ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇലക്ട്രിസിറ്റി എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഈസ് വൺ ഓഫ് ദി വൈഡസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് എനർജി. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എനർജി ഫോമാണ് ആക്ച്വലി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ഓർ ഡെയിലി ലൈഫ് വുഡ് ബി ഡിഫിക്കൽട്ട്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ പല ഗാഡ്ജറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും. അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റാതാവും, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റാതാവും, ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റാതാവും, AC യൂസ് ചെയ്യാൻ പറ്റാതാവും, നമ്മുടെ വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റാതാവും, അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി നമ്മൾ വളരെ എസെൻഷ്യലാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു എനർജി ഫോമാണ് ആക്ച്വലി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി വൈഡസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് എനർജി എന്ന് പറയാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എനർജി ഫോമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിനകത്ത് പഠിക്കുന്നൊരു ബ്രാഞ്ചാണ് ആക്ച്വലി ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മളതിൻ്റെ സയൻസ് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബ്രാഞ്ചാണ്. നമ്മൾ ഫിസിക്സിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഹീറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, ലൈറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ പറ്റി പഠിക്കുന്നുണ്ട്, റസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിളിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഓരോ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ ഹീറ്റിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ചിനെ തെർമോഡൈനാമിക്സ് എന്ന് പറയും. അതിന് ലൈറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ചിനെ ഒപ്റ്റിക്സ് എന്ന് പറയും. അതുപോലെ ഒരു പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ചിനെ മെക്കാനിക്സ് എന്ന് പറയും. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ ഫിസിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു ബ്രാഞ്ചാണ് ആക്ച്വലി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചാർജ്. ഒരു ചാർജിൻ്റെ ബിഹേവിയറിനെ പറ്റിയും ആ ചാർജിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയും എല്ലാം സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചിന് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇലക്ട്രിസിറ്റി ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചാർജ്. അപ്പോൾ എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ? ചാർജ് എന്ന് പറയുന്നത് ഒരു മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി രണ്ട് ടൈപ്പ് ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് ചാർജ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഉണ്ട്. ഇനി രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. രണ്ട് നെഗറ്റീവ് ചാർജുകൾ തമ്മിലും റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ലൈക്ക് ചാർജുകൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സും അൺലൈക്ക് ചാർജുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം ചാർജുകളുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഇനി നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒബ്ജക്ട്സ് എല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എന്താ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആ ബോഡിക്കകത്തുള്ള ആ ഒബ്ജക്റ്റിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. അപ്പോൾ ഏതൊരു സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സിസ്റ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. കാരണം അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമുക്കറിയാം, ഒരു മെറ്റീരിയലിനകത്ത് ഈ പോസിറ്റീവ് ചാർജിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ് ആണ്. നെഗറ്റീവ് ചാർജിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസും വേണമെങ്കിൽ ഒരു മെറ്റീരിയലിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഈ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്. രണ്ടുപേരുടെയും ചാർജിൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 കൂളോംബാണ്. ഇലക്ട്രോൺ ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും, -1.6 × 10⁻⁻19. പ്രോട്ടോൺ ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, 1.6 × 10⁻⁻19 ആണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്. പക്ഷെ അവർക്ക് ഓപ്പോസിറ്റ് ചാർജസാണ് ഉള്ളത്. ഒരാൾക്ക് പോസിറ്റീവ് ചാർജും അടുത്ത ആൾക്ക് നെഗറ്റീവ് ചാർജും ഉള്ളത്. അതുകൊണ്ട് ഏതൊരു മെറ്റീരിയലിനകത്തും ഈ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസിൻ്റെ എണ്ണവും ഈ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസിൻ്റെ എണ്ണവും സെയിം ആയതുകൊണ്ട്, അതായത് പ്രോട്ടോൺസിന് ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് ആ മെറ്റീരിയൽ എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയും. ആറ്റത്തിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയതുകൊണ്ട് ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചാർജിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇലക്ട്രിസിറ്റി ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചാർജ്. ഓക്കെ അല്ലേ? ഇനി
ഈ ചാർജിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചില ചാർജുകൾ മൂവ് ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ചാർജിനെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യണം. എഗെയിൻ റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവ് ചെയ്യുന്ന ചാർജിനെ പറ്റിയാണ്. നമ്മൾ ആ ബ്രാഞ്ചിനെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. എന്താ കറണ്ട് ഇലക്ട്രിസിറ്റി? ഒരു ചാർജ് മോഷനിലാണെങ്കിൽ, ആ ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചാർജിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിനെ നമുക്ക് എന്താ പറയുക? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇലക്ട്രിസിറ്റി മീൻസ് ചാർജ് ഇൻ മോഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ആൻഡ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചാർജ്. സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചാർജ്. ചാർജിൻ്റെ ബിഹേവിയറിനെ പറ്റിയും ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയെല്ലാം പഠിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ലൈക്ക് ചാർജുകൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സും അൺലൈക്ക് ചാർജ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും ഉണ്ടാവുക. ദെൻ ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ചാർജ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ ചാർജുകളും ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ചാർജ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ മെറ്റീരിയൽ എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും അല്ലേ? നമുക്ക് ആ മെറ്റീരിയൽ വേണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചാർജ് ചെയ്യാം? ആ മെറ്റീരിയലിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താലോ റിമൂവ് ചെയ്താലോ മതി. ജനറലി ഒരു മെറ്റീരിയൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ഇലക്ട്രോൺസിനെ ഒന്നുകിൽ ആ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ആ മെറ്റീരിയലിൽ നിന്ന് റിമൂവ് ചെയ്യുക. നമ്മൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ചാർജ് എപ്പോഴും ബേസിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതാണ് ബേസിക് ചാർജ്? ബേസിക് ചാർജ് മീൻസ് ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണുള്ള ചാർജാണ് ബേസിക് ചാർജ്. ആ ബേസിക് ചാർജിൻ്റെ വാല്യൂ ഈക്വൽ ടു 1.6 × 10⁻⁻19 കുളമ്പാണ്. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ ബേസിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ മെറ്റീരിയൽ ചാർജ് 1e ആയിരിക്കും ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2e ആയിരിക്കും, അല്ലെങ്കിൽ 3e ആയിരിക്കും, അല്ലെങ്കിൽ 4e ആയിരിക്കും, അല്ലെങ്കിൽ 5e ആയിരിക്കും, അല്ലെങ്കിൽ 10e ആയിരിക്കും. ഒരിക്കലും 1.2e എന്നോ 2.4e എന്നൊന്നും വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു N × E ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ ഏതൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് N, പ്ലസും മൈനസും വരാം. N ഈസ് ഈക്വൽ ടു 1 2 3 4 5. അത് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവ് ചെയ്യുന്ന ചാർജിനെ പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചാർജ് ഇൻ മോഷൻ, ചാർജ് മൂവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഫ്ലോ ഓഫ് ചാർജിന് നമ്മൾ പറയുന്ന പേരെന്താ? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. ദ ഫ്ലോ ഓഫ് ചാർജ് ഇസ് കൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ചാർജിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു പാത്ത് വേണ്ടേ? അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുന്ന ആ പാത്തിനെ പറയുന്ന പേരെന്താ? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജാണ്. അങ്ങനെയുള്ള ചാർജിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചാർജിന് ഫ്ലോ ചെയ്യണമെങ്കിൽ, ഒരു ചാർജിന് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ അതിലേക്ക് മൂവ് ചെയ്യാൻ ഒരു പാത്ത് വേണം. അങ്ങനെ ചാർജ് മൂവ് ചെയ്യുന്ന ആ ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇലക്ട്രിക് കറണ്ടിനെ പറ്റി പഠിക്കാണ്ട്, ഇലക്ട്രിക് സർക്യൂട്ട് പഠിക്കാണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് എന്താണെന്ന് പഠിക്കാണ്ട്, ഒരു സർക്യൂട്ട് എങ്ങനെയാണ് ഡ്രോ ചെയ്യാമെന്ന് പഠിക്കാനുണ്ട്, ആ സർക്യൂട്ടിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? ഇലക്ട്രിക് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ട ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പാത്തിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കറണ്ട് എന്തായിരുന്നു? ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോ ആണ് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ വാട്ടറിൻ്റെ ഫ്ലോയെ പറയുന്ന പേരെന്താ? വാട്ടർ കറണ്ട് എന്ന് പറയും. വാട്ടർ കറണ്ട്, വാട്ടറിൻ്റെ ഫ്ലോയെ വാട്ടർ കറണ്ട് എന്ന് പറയും. ഇനി എയർ ഫ്ലോ ചെയ്യാറില്ലേ? അപ്പോൾ എയറിൻ്റെ ഫ്ലോയെ നമ്മൾ എയർ കറണ്ട് എന്ന് പറയും. അങ്ങനെ ചാർജാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലോ ചാർജിൻ്റെ ഫ്ലോയെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും അല്ലേ? അപ്പോൾ ആക്ച്വലി കറണ്ട് മീൻസ് എന്താ? ജസ്റ്റ് ഫ്ലോ എന്നുള്ളൊരു മീനിങ് അല്ലോ കേട്ടോ. എയർ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എയർ കറണ്ട് എന്ന് പറയും. വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ വാട്ടർ കറണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ചാർജാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റിയെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് മീൻസ് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജ്. ഫ്ലോ ഓഫ് ചാർജ്. ഈ ഫ്ലോ ഓഫ് ചാർജിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ചാർജിൻ്റെ ഫ്ലോ. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ വേർഡ് മീനിങ് മനസ്സിലായല്ലോ? ചാർജിൻ്റെ ഫ്ലോ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സാധാരണ ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ. പക്ഷെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഫിനോമിനൻ നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഇലക്ട്രോൺസിനെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു. അന്ന് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചിട്ടില്ല.
അപ്പോൾ അന്നത്തെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, പോസിറ്റീവ് ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആക്കി അങ്ങ് ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോഴും കൺവെൻഷനലി നമ്മൾ എന്താ ചെയ്യാറുള്ളത്, പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആക്കി ചൂസ് ചെയ്യും. അപ്പോൾ എങ്ങോട്ടാണ് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക, നെഗറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആര് ഫ്ലോ ചെയ്യുക, പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക. അപ്പോൾ എങ്ങോട്ടാണോ നെഗറ്റീവ് ചാർജുകൾ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ കൺവെൻഷനലി എന്താക്കി ചൂസ് ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആക്കി ചൂസ് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർമ്മ വേണ്ടോ, കൺവെൻഷനലി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് the direction of flow of positive charge which is opposite to the direction of flow of electrons or direction of flow of negative charges. എപ്പോഴും ഓർമ്മ വേണം, ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്, കൺവെൻഷനലി the direction of flow of positive charge is taken as the direction of flow of electric current. Direction of flow of electric current. എപ്പോഴും ഓർമ്മ വേണ്ടോ, കൺവെൻഷനലി എന്താ ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആക്കി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്ച്വലി പോസിറ്റീവ് ചാർജ് അല്ല ഫ്ലോ ചെയ്യുക, ആക്ച്വലി നെഗറ്റീവ് ചാർജാണ് ഫ്ലോ ചെയ്യുക. പക്ഷേ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ സമയത്ത്, അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സ്റ്റഡി ചെയ്ത് തുടങ്ങിയ സമയത്ത് അന്ന് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നത്തെ ആളുകൾ വിചാരിച്ചു പോസിറ്റീവ് ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചൂസ് ചെയ്തു, അവർ പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോയെ ഇലക്ട്രിക് കറണ്ട് ആക്കി ചൂസ് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അത് അവർ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആക്കി ചൂസ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. എന്നാൽ ഇപ്പോഴും നമ്മൾ കൺവെൻഷനിൽ എന്ത് ചെയ്യുന്നു, അന്ന് ഫോളോ ചെയ്ത് അതേ ഡയറക്ഷൻ തന്നെ എന്നും ഫോളോ ചെയ്യുന്നത് അല്ലേ. എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് അതെന്താക്കി ചൂസ് ചെയ്യുന്നു, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആക്കി ചൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ സെല്ല് വയ്ക്കുന്നതായിരിക്കും, ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് പുറത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക കേട്ടോ. ഒരു സർക്യൂട്ടിനകത്ത് നമ്മളൊരു സെല്ല് വരച്ച് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ആരെ മാർക്ക് ചെയ്യുക, ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ സർക്യൂട്ടൊക്കെ വരയ്ക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രിക് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ട ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ. ദി പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് എവിടെ നിന്നാണ് കറണ്ട് ഉണ്ടാവുക, ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് വേണമെങ്കിൽ അവിടെ കറണ്ടിൻ്റെ ഒരു സോഴ്സ് വേണം. ആ സോഴ്സിന് പറയുന്ന പേരെന്താ, സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയും. ഇപ്പം എന്താ സെൽ അല്ലെങ്കിൽ ബാറ്ററി, ദി സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് കാൾഡ് സെൽ ഓർ ബാറ്ററി. സെൽ ഈസ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സെൽ ഓർ ബാറ്ററി is the source of electric current. Cell or battery is the source of electric current in a circuit. In a circuit. ഒരു സർക്യൂട്ടിനകത്ത് ഇലക്ട്രിക് കറണ്ടിൻ്റെ സോഴ്സ് നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയും. ഇപ്പോൾ ഇത് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെല്ലുകളുടെ കോമ്പിനേഷനാണ് ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. ബാറ്ററി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് സെൽ, കുറേ സെല്ലുകൾ കമ്പൈൻ ചെയ്യാം. അപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. കോമ്പിനേഷൻ ഓഫ് സെൽസ് ഈസ് കാൾഡ് ബാറ്ററി. നിങ്ങൾ സെല്ല് കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ സാധാരണ നമ്മൾ ക്ലോക്കിനകത്ത് സെല്ല് യൂസ് ചെയ്യാറില്ല, ട്രൈ സെല്ല് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ വാച്ചിനകത്ത് സെല്ലുണ്ട്, ഇലക്ട്രിക് ഡിവൈസിനകത്ത് നമ്മൾ സെല്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. ആ സെല്ലുകളുടെ കോമ്പിനേഷൻ ടോർച്ചിനകത്ത് സെല്ല് യൂസ് ചെയ്യാറുണ്ട്. ആ സെല്ലുകളുടെ കോമ്പിനേഷൻ പറയുന്ന പേരെന്താ, ബാറ്ററി എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യാം, സെൽ അല്ലെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യും. അങ്ങനെ സെല്ലോ ബാറ്ററിയോ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുന്നൊരു സർക്യൂട്ടാണെങ്കിൽ അവിടെ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുക,
ആ സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് പുറത്തേക്കാണ് കറണ്ട് വരിക. എപ്പോഴും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു സർക്യൂട്ടിൽ ഒരു സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് പുറത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എപ്പോഴും കറണ്ട് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നേരെ നെഗറ്റീവിലേക്കാണ് പോവുക. അല്ലെ, സെല്ലിന് ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഇല്ലേ? അപ്പോൾ സെല്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും സെല്ല്. ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് കാണിക്കാം. നോക്കൂ, ഞാൻ ജസ്റ്റ് ഒരു സെല്ല് വരച്ച് കാണിക്കാൻ പോവാണ്. ഒരു സെല്ല് ശരിയല്ലേ? ഈ സെല്ലിനകത്ത് എനിക്കൊരു സാധാരണ സെല്ല് ഉണ്ടാവാറുള്ളത്. സപ്പോസ് ഒരു സെല്ലാണെന്ന് വിചാരിക്കാം. സെല്ല് ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും നെയിമൊക്കെ ആയിരിക്കും സെല്ല് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ സെല്ലിനകത്ത് നമ്മൾ ഈ സെല്ലിന് ഒരു സർക്യൂട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിന് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. സെല്ലിൻ്റെ ഈ എൻഡാണ് പോസിറ്റീവ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് പോസിറ്റീവ് എന്നും ഈ സൈഡിന് നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ കറണ്ട് എപ്പോഴും എങ്ങനെ ഫ്ലോ ചെയ്യുക? ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഞാനൊരു വയർ ഉപയോഗിച്ച് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വിചാരിക്കുക. സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് പുറത്തേക്ക് വരും. അത് ഈ വയറിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് സെല്ലിന് നെഗറ്റീവിലേക്ക് വരും. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എപ്പോഴും കറണ്ട് എങ്ങോട്ടോ ഫ്ലോ ചെയ്യുക? സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ആര് ഫ്ലോ ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെ ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ട പാത്തിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദ പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്രം ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ ടു ദി നെഗറ്റീവ് ടെർമിനൽ ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ക്ലിയർ ആണോ? ദി പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്രം ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ ടു ദി നെഗറ്റീവ് ടെർമിനൽ ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്, ഓർ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ത്രൂ വിച്ച് കറണ്ട് ഫ്ലോസ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്തിനെയാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇലക്ട്രിക്കൽ സർക്യൂട്ട്? ഡെഫിനിഷൻ പറഞ്ഞാൽ എന്താ? ദി പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് the path of flow of electric current from positive terminal to the negative terminal of the cell. Terminal of the cell or battery. സെല്ലും ബാറ്ററി എന്ന് പറഞ്ഞാൽ സെല്ലുകളുടെ കോമ്പിനേഷനാണ്. ഈസ് കാൾഡ് എന്തായിരുന്നു? ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ഫിഗറിൽ വരച്ച് കാണിച്ചു. ഇങ്ങനെ അല്ലേ? എവിടെ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ പാത്തിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ദി പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം വൺ ടെർമിനൽ ഓഫ് ദി സെൽ ആൻഡ് റിട്ടേണിംഗ് ടു ദി അതർ ടെർമിനൽ ഈസ് കാൾഡ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഏതോ ഒരു ടെർമിനൽ പോസിറ്റീവാണ്, മറ്റൊരു ടെർമിനൽ നെഗറ്റീവാണ്. അപ്പോൾ സെല്ലിൻ്റെ ഒരു ടെർമിനലിൽ നിന്ന് വേറെ നിലയ്ക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ പാത്തിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദി പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം വൺ ടെർമിനൽ ഓഫ് ദി സെൽ ആർ റിട്ടേണിംഗ് ടു ദി അതർ ടെർമിനൽ ഈസ് കാൾഡ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിന് വേറെ ഡെഫിനിഷൻ കൂടെ പറഞ്ഞല്ലോ. എ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. എ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള പാത്തിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. സെല്ലിൻ്റെ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നെഗറ്റീവ് വന്ന് എന്ത് ചെയ്യും? ശരിയല്ലേ? ക്ലോസ്ഡ് കണ്ടിന്യൂസ് ആയിരിക്കും, ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തൊന്നും ഉണ്ടാകാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കാൻ. സോ യൂഷ്വലി കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ടു മേഡ് ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മൾ സാധാരണ കണ്ടക്ടേഴ്സിനാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുള്ളത്? ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. കാരണം കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റിയെ ക്യാരി ചെയ്യും. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ മെറ്റീരിയൽസ് വിച്ച് അലോ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. ശരിയല്ലേ? ദ മെറ്റീരിയൽസ് വിച്ച് അലോ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് എന്തായിരുന്നു? കണ്ടക്ടേഴ്സ്. ഓക്കെ അല്ലേ? The materials which does not allow electric current to flow through them are called insulators. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കാത്ത ആൾക്കാരെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരെന്താ? കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒരു സർക്യൂട്ട് കൂടെ പാസ് ചെയ്ത് പോകണമെങ്കിൽ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം.
ആ സർക്യൂട്ട് മേഡപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ആയിരിക്കണം. അത് കണ്ടക്ടേഴ്സാണ് വേണ്ടത്. ഇൻസുലേറ്റേഴ്സ് ഇൻ ദി പാത്ത് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് മേക്ക് ദി സർക്യൂട്ട് ഓപ്പൺ. ഓക്കെ അല്ലേ? ഇൻസുലേറ്റേഴ്സിനെ ഇലക്ട്രിക് സർക്യൂട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓപ്പൺ ആയി പോകും. പിന്നെ ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് പോകണമെങ്കിൽ ആ സർക്യൂട്ട് വിച്ച് ഇസ് മേഡപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടാക്കിയ സർക്യൂട്ട് ആയിരിക്കണം. ഓക്കെ, ഇനി നോക്കൂ, ഇതൊരു സർക്യൂട്ട്, സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഫിഗർ വരച്ചിരിക്കുന്നുണ്ടോ? ഈ സർക്യൂട്ടിനകത്ത് ആരൊക്കെയുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഞാനൊരു സിമ്പിൾ സർക്യൂട്ടോട് വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഒന്ന് എല്ലാവർക്കും നോക്കാം. ഇതിനകത്ത് ഒരു സിമ്പിൾ സർക്യൂട്ട്, ഇതിനകത്ത് ഒരു സെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്നതിന് അതിൻ്റെ സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതവിടെ ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. സെൽ ഓർ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൾബ് അഗൈൻ ഇവിടെ ഒരു കീ അല്ലെങ്കിൽ സ്വിച്ച്, കീ ഓർ സ്വിച്ച്. ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. അഗൈൻ കുറേ കണക്ഷൻ വയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് കണ്ടിന്യൂസ് ആണ്. ഈ സെല്ലിൻ്റെ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് കറണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് നെഗറ്റീവിലേക്ക് വരുന്ന ഈ കണ്ടിന്യൂസ് പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർക്യൂട്ടിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്രേക്ക് ആയി പോകുന്ന വിചാരിക്കുക. സപ്പോസ് ഇവിടെ എങ്കിലും ബ്രേക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം പിന്നെ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പാത്തൊന്നും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ സർക്യൂട്ട് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തൂടെ ആര് ഫ്ലോ ചെയ്യൂ, അതിനകത്തൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ സർക്യൂട്ട് എപ്പോഴേക്ക് കണ്ടിന്യൂസ് ആവാതിരിക്കുക, ഒരു ക്ലോസ്ഡ് പാത്ത് ആവാതിരിക്കുക എപ്പോഴേക്ക്? ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ മതി. സ്വിച്ച് ഓഫ് ആക്കിയ സർക്യൂട്ട് ബ്രേക്കായി പോയി, പിന്നെ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇനി പ്ലഗ് നിങ്ങളുടെ പ്ലഗ് അവിടെ നിന്ന് ഊരിയെടുത്താൽ മതി, സർക്യൂട്ട് ഓപ്പണായി പോയി. ശരിയല്ലേ? ഇനി ബൾബ് ഉണ്ടെങ്കിൽ ബൾബ് ഫ്യൂസായാൽ മതി, സർക്യൂട്ട് ഓപ്പണായി പോയി. കണക്റ്റിംഗ് വയേഴ്സ് ബ്രേക്കായി പോയാൽ മതി. ആ കണക്റ്റിംഗ് വയേഴ്സ് ബ്രേക്കായി പോയി കഴിഞ്ഞാലും സർക്യൂട്ട് എന്തായിട്ട് മാറും? സർക്യൂട്ട് ഓപ്പണായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പാത്തിന് എന്ത് പറയും? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും. അപ്പം ജസ്റ്റ് ഒരു സിമ്പിളാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ്, സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് സർക്യൂട്ട് സിമ്പിൾസ്. സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് സർക്യൂട്ട് സിമ്പിൾസ്. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം എന്താണെന്ന് പഠിക്കാൻ പോവാണ്, സർക്യൂട്ട് സിമ്പിൾസ് എന്താണെന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മെറ്റീരിയലിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിന് പറയുന്ന പേരെന്താ? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് മേക്ക് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ഒരു കണ്ടക്ടേഴ്സിനകത്ത് ഒരു മെറ്റാലിക് കണ്ടക്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ദ ഫ്രീ ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ ആരാ കറണ്ട് ഉണ്ടാക്കുന്നത്? ആരാ കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ദ ഫ്രീ ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ജസ്റ്റ് നമുക്ക് എഴുതാം കേട്ടോ. അത് in a metallic conductor the free electrons constitute electric current. The free electrons constitute electric current. In a metallic conductor, the free electrons constitute electric current. For a metallic conductor, current flow ചെയ്യാനുള്ള സഹായിക്കുന്ന ആൾക്കാരൊക്കെ അത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഒരു മെറ്റാലിക് കണ്ടക്ടർ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് മെറ്റാലിക് കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നത്. അല്ലേ? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സ് വെച്ചാണ് നമ്മൾ സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. കാരണം മെറ്റാലിക് കണ്ടക്ടർ കണ്ടക്ടർ മെറ്റീരിയൽ വെച്ച് നമ്മൾ സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. അതിലൂടെ ആർക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റണം? ഇലക്ട്രിക് കറണ്ടിന് പാസ് ചെയ്ത് പോകാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് സർക്യൂട്ട് സിമ്പിൾസ് ആണ്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം, സർക്യൂട്ട് സിമ്പിൾ. അപ്പോൾ എന്താണ് സർക്യൂട്ട് ഡയഗ്രാം, സർക്യൂട്ട് സിമ്പിൾ? ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അല്ലേ? ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്ത് പോകുന്ന പാത്തിനെ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സയൻറ്റിസ്റ്റുകൾ ചില സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെ സർക്യൂട്ട് സിമ്പിൾസ് എന്ന് പറയും. ആ സർക്യൂട്ട് സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന സർക്യൂട്ടിനെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയും. Scientists use certain symbols to represent different components in an electric circuit. ഒരു സർക്യൂട്ടിനകത്തുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പോണൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സയൻറ്റിസ്റ്റുകൾ ചില സിമ്പിൾസ് എല്ലാം യൂസ് ചെയ്യും. ആൻഡ് എ സർക്യൂട്ട് ഡ്രോൺ യൂസിങ് ദീസ് സിമ്പിൾസ് ആർ കാൾഡ് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ദീസ് സിമ്പിൾസ് ആർ കാൾഡ് സർക്യൂട്ട് സിമ്പിൾസ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ സിമ്പിൾസിന് സർക്യൂട്ട് സിമ്പിൾസ് എന്നും ആ സിമ്പിൾസ് ഉപയോഗിച്ച് ഡ്രോ ചെയ്യുന്ന സർക്യൂട്ടിനെ സർക്യൂട്ട് ഡയഗ്രാം എന്നും പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഡിഫറെൻറ്റ് കമ്പൗണ്ട്സ് അപ്പോൾ ഏതൊക്കെയാണ്? ബൾബ് വരുന്നുണ്ടാവും,
ബാറ്ററി അല്ലെങ്കിൽ സെല്ലുണ്ടാവും. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടാവും, അതിനകത്ത് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. എഗെയിൻ ചിലപ്പോൾ കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ ഉണ്ടാവാം. അപ്പം അങ്ങനെ പല ഡിവൈസുകൾ, റെസിസ്റ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ പല ഡിവൈസുകൾ അല്ലെങ്കിൽ പല കമ്പൗണ്ട്സുകൾ ഒരു സർക്യൂട്ടിലുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ശരിക്കും ബൾബ് അതേപോലെ വരയ്ക്കുന്നതൊക്കെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി സയൻറ്റിസ്റ്റുകളോട് ചില സിമ്പിൾസ് യൂസ് ചെയ്യും. ചില സിമ്പിൾസ് ഉപയോഗിച്ചാണ് അവർ ഈ സെല്ലും ബൾബും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് എന്ത് പറയുന്നത്, സർക്യൂട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത്. ആ സിമ്പിൾസ് ഉപയോഗിച്ച് ഡ്രോ ചെയ്യുന്ന സർക്യൂട്ടിനെ എന്ത് പറയുന്നു, സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നു. നമുക്ക് കുറേ സർക്യൂട്ട് ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കണം. അതിന് മുമ്പ് അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം, സർക്യൂട്ട് സിമ്പിൾസ് എന്താണെന്ന് അറിയണ്ടേ, ഏതൊക്കെ സിമ്പിൾസ് ഉപയോഗിച്ചാണ് ഡിഫറെൻറ്റ് കമ്പൗണ്ട്സ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് അറിയണ്ടേ. അതറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് സർക്യൂട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, scientists use certain symbols to indicate different components in an electric circuit. These symbols are called circuit symbols. Circuit symbols. And the circuit drawn using these symbols are called circuit diagram. Are called circuit diagram. ഇതാണ് സർക്യൂട്ട് സിമ്പിളും സർക്യൂട്ട് ഡയഗ്രാം. ഇത് ക്ലിയർ ആയിട്ടില്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് കമ്പൗണ്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസിൻ്റെ സർക്യൂട്ട് സിമ്പിൾസ് എന്നും ആ സിമ്പിൾസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന സർക്യൂട്ടിനെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് സയൻറ്റിസ്റ്റുകൾ അങ്ങനെ സാധാരണ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഡിവൈസുകളാണ് വേണ്ടത്? നമുക്ക് സെല്ല്, ബാറ്ററി എന്ന് പറഞ്ഞാൽ സെല്ലുകളുടെ കോമ്പിനേഷനാണ്. സെല്ല്, ബാറ്ററി, ദെൻ ബൾബ്, സ്വിച്ച് ഓൺ ആക്കുന്നുണ്ടാവും, സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ടാവും, ഓൺ പൊസിഷൻ ഓഫ് പൊസിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. എഗെയിൻ സർക്യൂട്ടിലെ കണക്ഷൻസ് ഉണ്ടാവും, കണക്ഷൻസ് ഇല്ലാത്ത പോർഷൻസ് ഉണ്ടാവും. എഗെയിൻ കറണ്ട് മെഷർ ചെയ്യുന്ന അമ്മീറ്റർ എന്നുള്ള ഡിവൈസ് ഉണ്ടാവും. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന വോൾട്ടിമീറ്റർ എന്നുള്ള ഡിവൈസ് ഉണ്ടാവും. കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടാവും. കണക്ഷൻ വയേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ഒരു സർക്യൂട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫിഗർ ഉണ്ടതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നൊരു സിമ്പിൾ ഉപയോഗിച്ച് ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഓരോരുത്തരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയെന്ന് ആദ്യം നോക്കണം. നമുക്ക് ആദ്യം സെല്ലിൽ തുടങ്ങാം അല്ലേ? ഇപ്പോൾ എന്താ സെല്ല്? സെല്ല് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ സെൽ ഈസ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. സെൽ ഈസ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക എന്നുള്ള കാര്യം വേണ്ടി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കണ്ടോ. സെല്ലിനകത്ത് ഏത് എനർജിയാണ് ഉള്ളത്? സെല്ലിനകത്ത് കെമിക്കൽസാണ് ഉള്ളത്. അപ്പോൾ സെല്ലിനകത്ത് കെമിക്കൽ എനർജിയാണുള്ളത്. അപ്പോൾ ഒരു സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എങ്ങനെയാണ്? ഒരു സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. എ സെല്ല് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെയാണ് സർക്യൂട്ടിനകത്ത് ഇലക്ട്രിക്കൽ എനർജി വരുന്നത്. സെല്ലിൻ്റെ എനർജി അവിടെ സ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സെല്ല് ആ എനർജി ഉപയോഗിച്ച് ആ സർക്യൂട്ടിൽ കൂടെ ചാർജിനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഉണ്ടാകും. നമുക്കതൊക്കെ വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു സെല്ലിൻ്റെ സർക്യൂട്ട് സിമ്പിളാണ്. അപ്പോൾ സെല്ലിൻ്റെ ഡയഗ്രാം ആദ്യം ഉണ്ടാവും, എങ്ങനെയുണ്ട് സർക്യൂട്ട് സിമ്പിൾ ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ച് നോക്കണം ഈ സിമ്പിൾസൊക്കെ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കൂ. അപ്പോൾ ആദ്യം വരച്ചിരിക്കുന്ന ഒരു സെല്ലിൻ്റെ ഫിഗറാണല്ലേ. സെല്ല് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സെല്ലിലെ ഡ്രൈ സെല്ല് നമ്മൾ ടോയ്സിനകത്തും നമ്മൾ ക്ലോക്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്നൊരു സെല്ലല്ലേ ഇത്. നമുക്ക് ആ സെല്ലിൻ്റെ ഒരെണ്ട് പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടില്ലേ?
ഇനി ആ സെല്ലിൻ്റെ ഇലക്ട്രിക്കൽ സിമ്പിൾ എങ്ങനെ നോക്കൂ, സർക്യൂട്ട് സിമ്പിൾ എങ്ങനെ നോക്കൂ. ഒരു വലിയ ലൈനും അതിനകത്ത് പാരലായിട്ട് വരുന്ന ചെറിയ ലൈനും. ആ വലിയ ലൈൻ സെല്ലിൻ്റെ പോസിറ്റീവിനെയും ചെറിയ ലൈൻ നെഗറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യും. സോ ടു പാരൽ ലൈൻസ്, രണ്ട് പാരൽ ലൈൻസ് ആണ്. വൺ ലൈൻ ഈസ് ലോങ്ങർ ദാൻ ദി അതർ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിമ്പിൾ ഉപയോഗിച്ച് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സെല്ല് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെ, രണ്ട് പാരൽ ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. ഒരു ലൈനിൻ്റെ ലെങ്ത്ത് മറ്റേ ലൈനിൻ്റെ ലെങ്ത്തിനേക്കാളും എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. ചിലപ്പോൾ ഈ ചെറിയ ലൈന് തിക്നെസ് കൂട്ടിയും വരയ്ക്കാറുണ്ട് കേട്ടോ. രണ്ട് പാരൽ ലൈൻസ് വരയ്ക്കും, എന്നിട്ട് ലെങ്ത്ത് കൂടിയ ലൈനിൽ ലെങ്ത്ത് കുറഞ്ഞ ലൈൻ ഉണ്ടാവും, ആ ചെറിയ ലൈനിന് തിക്നെസ് കൂട്ടിയും വരയ്ക്കാറുണ്ട്. ജസ്റ്റ് സൈഡിലൊന്ന് വരച്ച് നോക്കാം കേട്ടോ. അതിനകത്ത് എന്തായാലും ഫിഗർ ഉണ്ട്, എന്നാൽ നമുക്ക് സൈഡിലൊന്ന് വരച്ച് നോക്കാം. സെൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നോക്കിക്കോളും. ഇവിടെ നോക്കൂ, ഒരു വലിയ ലൈനും ഒരു ചെറിയ ലൈനും. ആ വലിയ ലൈനാണ് പോസിറ്റീവ്, ചെറിയ ലൈനാണ് നെഗറ്റീവ്. അപ്പോൾ വലിയ ലൈൻ പോസിറ്റീവ് ടെർമിനലും ചെറിയ ലൈൻ എന്തായിരിക്കും, നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും. ഈ ഫിഗർ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഒരു വലിയ ലൈനും ഒരു തിക്നെസ് കൂട്ടിയൊരു ചെറിയ ലൈനും, പ്ലസും മൈനസും. ഇതും സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് പാരൽ ലൈൻസ് ആണ്. ഒരു ലൈനിൻ്റെ തിക്നെസ് കൂടുതലാണ്, മറ്റേ ലൈനിൻ്റെ തിക്നെസ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇതൊക്കെ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ആദ്യത്തെ ഫിഗർ ക്ലിയർ അല്ലേ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഇതുപോലൊരു സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിന് നമുക്ക് എന്ത് ചെയ്യാം, ആ സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യാം. അതൊക്കെ അല്ലേ. ഇനി ഈ സെല്ലുകളുടെ കോമ്പിനേഷൻ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ. സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽ ഈസ് കാൾഡ് ബാറ്ററി. അപ്പോൾ സെല്ലിലെ ബാക്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. ആ കോമ്പിനേഷൻ ബാറ്ററി എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതാ ബാറ്ററി. 3 സെല്ലുകൾ ചേർന്നൊരു ബാറ്ററി ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യത്തെ സെല്ലിൻ്റെ പോസിറ്റീവ്, ആദ്യത്തെ ആളിൻ്റെ നെഗറ്റീവ്, രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ്, രണ്ടാമത്തെ ആൾ നെഗറ്റീവ്, മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ്, മൂന്നാമത്തെ ആളുടെ നെഗറ്റീവ്. ഡയഗ്രാം കണ്ടോ. അപ്പോൾ അവിടെ കണക്ഷൻസ് എങ്ങനെയാണ്, ഒരാളുടെ പോസിറ്റീവിനെ അടുത്ത ആളുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാണ്. നോക്കൂ, ആദ്യത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്, ശരിയാണോ. ഇനി രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് മൂന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. സെല്ലുകളുടെ കോമ്പിനേഷനാണ് ബാറ്ററി. അപ്പോൾ ഇത് ആക്ച്വലി അതിൻ്റെ ഫിഗർ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് സർക്യൂട്ട് സിമ്പിൾ വെച്ച് എങ്ങനെ വരയ്ക്കുന്നത്, സിമ്പിൾ അല്ലേ. ഒരാളുടെ നെഗറ്റീവിലേക്ക് മറ്റേ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്താൽ പോരെ. ഇവിടെ ഫിഗർ നോക്കൂ, ഇതവിടെ 2 സെല്ലുകൾ ആ ഫിഗർ കാണുന്നുണ്ട് അല്ലേ. ഇത് നോക്കൂ, ആദ്യത്തെ ആളുടെ പോസിറ്റീവ്, ആദ്യത്തെ ആളുടെ നെഗറ്റീവ്, രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ്, രണ്ടാമത്തെ ആൾ നെഗറ്റീവ്, മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ്, മൂന്നാമത്തെ ആൾ നെഗറ്റീവ്. ഇനി കണക്ഷൻ നോക്കൂ, ആദ്യത്തെ ആളുടെ നെഗറ്റീവിലേക്ക് രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആൾ നെഗറ്റീവിലേക്ക് രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു, രണ്ടാമത്തെ ആൾ നെഗറ്റീവിലേക്ക് മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു, രണ്ടാമത്തെ ആൾ നെഗറ്റീവിലേക്ക് മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. അത് 3 പേരേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, മൂന്നാമത്തെ ആളുടെ നെഗറ്റീവിലേക്ക് നാലാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷൻ വരിക. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം. സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽ ഫിഗറിനകത്ത് ഉണ്ട്, എന്നാലും നമുക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, എങ്ങനെ വരുന്നത് നോക്കൂ. ആദ്യത്തെ സെല്ലിൻ്റെ സെല്ല്, അഗൈൻ ഇത് രണ്ടാമത്തെ സെല്ല്, ഇത് മൂന്നാമത്തെ സെല്ല്. നോക്കൂ, ആദ്യത്തെ ആളുടെ പോസിറ്റീവ്, ആദ്യത്തെ ആളുടെ നെഗറ്റീവ്, രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ്, രണ്ടാമത്തെ ആളുടെ നെഗറ്റീവ്, മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ്, മൂന്നാമത്തെ ആൾ നെഗറ്റീവ്. നോക്കൂ, ആദ്യത്തെ ആളുടെ നെഗറ്റീവിലേക്ക് രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു, രണ്ടാമത്തെ ആൾ നെഗറ്റീവിലേക്ക് മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. സോ 3 സെല്ലുകൾ വരുന്ന ഒരു ബാറ്ററിയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് സിമ്പിൾ ക്ലിയർ അല്ലേ. അപ്പോൾ ഇനി ഒരു സർക്യൂട്ടിനകത്ത് ബാറ്ററി വേണമെങ്കിൽ അതെങ്ങനെ വരയ്ക്കാമെന്ന് അറിയാലോ. ഓക്കെ, ഇനി 4 സെല്ലുകളുടെ ഒരു ബാറ്ററിയാണ് വേണ്ടെങ്കിലോ. എ ബാറ്ററി കൺസിസ്റ്റിംഗ് ഓഫ് 4 സെൽസ്, എ ബാറ്ററി കൺസിസ്റ്റിംഗ് ഓഫ് 4 സെൽസ് ആണ് വേണ്ടെങ്കിലോ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1, ഫോർത്ത് 1. ഓക്കെ, 4 സെല്ല് വരച്ചിട്ടില്ലേ. ഇനി ആദ്യത്തെ ആളെ നെഗറ്റീവ് രണ്ടാമത്തെ ആളുടെ പോസിറ്റീവിലേക്ക്, രണ്ടാമത്തെ ആൾ നെഗറ്റീവ് മൂന്നാമത്തെ ആളുടെ പോസിറ്റീവിലേക്ക്, മൂന്നാമത്തെ ആൾ നെഗറ്റീവ് നാലാമത്തെ ആളുടെ പോസിറ്റീവിലേക്ക്. ഇതാ 4 സെല്ലുകളുടെ കോമ്പിനേഷൻ ആയാലേ. ആദ്യത്തെ ആളുടെ പ്ലസ്, രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ്, മൂന്നാമത്തെ ആളുടെ പോസിറ്റീവ്, നാലാമത്തെ ആളുടെ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ 4 സെല്ലുകൾ വരുന്ന ബാറ്ററിയായി. ഓക്കെ അല്ലേ. ഈ ബാറ്ററിയുടെ ഈ എൻഡ് പോസിറ്റീവും ഈ എൻഡ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും ഫിഗർ വെച്ച് നമുക്ക് തോന്നും ഈ പോസിറ്റീവ് ഈ സൈഡിൽ മാത്രമേ വരയ്ക്കാൻ പറ്റുന്നൊരു സംശയം തോന്നും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാം സൈഡിലേക്കും വരയ്ക്കാം. ഇവിടെ നോക്കൂ, ഇങ്ങനെയും സെല്ല് വരച്ചൂടെ.
അപ്പോൾ കണക്ഷൻസ് വരും നോക്കൂ. ഈ സൈഡ് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവ് ആയില്ലേ. ഇനി കണക്ഷൻ നോക്കൂ. ഇയാളുടെ നെഗറ്റീവ് ഇയാളുടെ പോസിറ്റീവിലേക്ക്, ഇയാൾ നെഗറ്റീവ് ഇയാളുടെ പോസിറ്റീവിലേക്ക്, ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക്. ഇതാ വീണ്ടും കോമ്പിനേഷനായി. പിന്നെ അപ്പോൾ പോസിറ്റീവ് ഒരു സൈഡിലേക്ക് വരണമെന്നൊന്നുമില്ല കേട്ടോ, രണ്ടാമത്തെ സൈഡിലേക്കും വരയ്ക്കാം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക്, ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക്, ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക്. ഇതെങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെരിച്ചോ നേരെയൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ കണക്ഷൻ എങ്ങനെ വരേണ്ടത്? ഒരാളുടെ പോസിറ്റീവിലേക്ക് ആരെ കണക്ട് ചെയ്യണം? രണ്ടാമത്തെ ആൾ നെഗറ്റീവ് കണക്ട് ചെയ്യണം. അപ്പോൾ സെല്ലുകളുടെ സിമ്പലും എഗെയിൻ അതുപോലെ തന്നെ ബാറ്ററിയുടെ സിമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എങ്ങനെയാണ് സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാറ്ററി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ഒരു സ്വിച്ചിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് സ്വിച്ച് യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് സ്വിച്ച് എന്ന് ആദ്യം അറിയണ്ടേ? സ്വിച്ച് എന്തിനാണ് യൂസ് ചെയ്യുക? ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സ്വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ഓർ മേക്ക് ദി സർക്യൂട്ട്. സ്വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് or break the circuit. Switch is used to make or break the circuit. ഒരു സർക്യൂട്ട് മേക്ക് ചെയ്യാനോ ഒരു സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പോൾ നമ്മളൊരു ബാറ്ററി, ഒരു ടോർച്ച് എടുക്കുക. ആ ടോർച്ചിനകത്ത് ടോർച്ച് ഒരു ബൾബ് ഉണ്ട്. എഗെയിൻ നമ്മൾ സെല്ല് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ആ ടോർച്ചിൻ്റെ സ്വിച്ച് ഓഫ് ആക്കി എന്ത് സംഭവിക്കുക? പിന്നെ ബൾബ് ക്ലോസ് ചെയ്യില്ല. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് ക്ലോസ് ചെയ്യും. അതിനർത്ഥം ആ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ സർക്യൂട്ട് മേക്കായി. അപ്പോൾ സർക്യൂട്ട് കണ്ടിന്യൂസ് ആയി. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സർക്യൂട്ടിനകത്ത് ബ്രേക്ക് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല അല്ലേ. ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പാത്തായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ആയി. അപ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ സർക്യൂട്ടിനെ മേക്ക് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ ആ സ്വിച്ചിൻ്റെ പൊസിഷനിൽ വെച്ച് സർക്യൂട്ട് ബ്രേക്കായി പോയി. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കായി കഴിഞ്ഞു. അപ്പോൾ അവിടെ ബൾബ് ക്ലോസ് ചെയ്യില്ല. അപ്പോൾ സ്വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ഓർ ബ്രേക്ക് ദി സർക്യൂട്ട്. ഒരു സർക്യൂട്ട് മേക്ക് ചെയ്യാനോ ഒരു സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി സ്വിച്ചിൻ്റെ സിമ്പിൾ എങ്ങനെ നോക്കാം. അപ്പോൾ രണ്ട് രീതിയിലാണ് വേണ്ടത്. സ്വിച്ച് ഓണും വേണം, സ്വിച്ച് ഓഫും വേണം അല്ലേ. നോക്കൂ, ഞാൻ ആദ്യം സ്വിച്ച് ഓഫും പിന്നെ സ്വിച്ച് ഓണും. കാരണം ഇവിടെ ഓഫ് പൊസിഷനാണ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇവിടെ ഓൺ ലൊക്കേഷനാണ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെ കേട്ടോ. ഇതാണ് ഓപ്പൺ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? സ്വിച്ച് ഓഫാണ്. ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫാണ്, സ്വിച്ച് ഓഫ്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആണ്, സ്വിച്ച് ഓൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പൺ സ്വിച്ച് മീൻസ് സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫായി. സർക്യൂട്ട് ഓപ്പണായി, സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. നിങ്ങൾ നോക്കൂ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല. ശരിയല്ലേ? ഇല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് പാത്ത് വേണ്ടേ കറണ്ട് ഫ്ലോ ചെയ്യാൻ. അപ്പോൾ ഒരു സ്വിച്ച് അവിടെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാലോ അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് പാത്ത് ഇല്ല. അപ്പോൾ ആ പാത്തിലൂടെ ആർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റില്ല? കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റാതാവും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആകുമ്പോൾ ഇവിടെ നിന്നും കൂടി ഇതാ കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ആര് ഫ്ലോ ചെയ്യും? അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് മീനിങ് എന്താ? സ്വിച്ച് ഓൺ ആണ്. സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി സ്വിച്ച് ഓഫ് ആണെങ്കിലോ? സ്വിച്ച് ഓഫിന് പറയുന്നത് ഓപ്പൺ സ്വിച്ച് എന്ന് പറയും. ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അവിടെ സർക്യൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്, അതുകൂടെ സർക്യൂട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ബ്രേക്ക് ദി സർക്യൂട്ട് ആൻഡ് മേക്ക് ദി സർക്യൂട്ട്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ഓപ്പൺ സ്വിച്ച് ആകുമ്പോൾ ബ്രേക്ക് ദി സർക്യൂട്ട്, ബ്രേക്ക് ദി സർക്യൂട്ട്. ക്ലോസ് സ്വിച്ച് ആകുമ്പോൾ മേക്ക് ദി സർക്യൂട്ട്. അപ്പോൾ ആദ്യം ബ്രേക്ക് ദി സർക്യൂട്ടും പിന്നെ അവിടെ മേക്ക് ദി സർക്യൂട്ടും. അപ്പോൾ സ്വിച്ച് ഓഫ് ബ്രേക്ക് ദി സർക്യൂട്ടാണ്. സ്വിച്ച് ഓപ്പൺ സ്വിച്ച് സർക്യൂട്ട് ബ്രേക്ക് ആവുന്നു, കറണ്ട് ഫ്ലോ ചെയ്യില്ല അല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് പാത്തൊന്നുമില്ല. ഇനി ക്ലോസ്ഡ് സ്വിച്ച് അത് മേക്ക് ദി സർക്യൂട്ട്, സ്വിച്ച് ഓൺ ലൊക്കേഷനിലായിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ക്ലിയർ അല്ലേ? ഞാൻ അവിടെ നിന്ന് വരച്ച് കാണിക്കാം. നോക്കൂ, എങ്ങനെ വരയ്ക്കാം? ഇപ്പോൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാകാൻ പറ്റില്ല. ഇതാ സ്വിച്ച് ഓപ്പൺ, ഓപ്പൺ സ്വിച്ച്, കണക്ഷൻ ഇല്ല. ഇത് നേരെ ക്ലോസ് ചെയ്താലോ? ക്ലോസ്ഡ് സ്വിച്ച്. ഇങ്ങനെ നേരെ ക്ലോസ് ചെയ്തു, സോ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ഓപ്പൺ സ്വിച്ചും വരുന്നുണ്ട്, അഗൈൻ ക്ലോസ്ഡ് സ്വിച്ചും വരുന്നുണ്ട്. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ സ്വിച്ചിന് പകരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കീ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്വിച്ചിന് ഇതേ പർപ്പസ് തന്നെയാണ്. നമുക്ക് കീയുടെ സിമ്പിൾ ഇങ്ങനെ വരിക. ഈ ആദ്യത്തെ നോക്കൂ, ഇതിനകത്തൊരു ഡോട്ട് ഇട്ടില്ല, ഇതിനകത്ത് എം ടി ആണ്. അതിനർത്ഥം
ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷനൊന്നുമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷനൊന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. നമ്മളതിന് ഓപ്പൺ സ്വിച്ച് അല്ലെങ്കിൽ ഓപ്പൺ കീ എന്ന് പറയും. കീ ഓപ്പൺ, ഓപ്പൺ സ്വിച്ച്. ഇത് ഓഫ് പൊസിഷൻ അല്ലേ, ഇതാണ് ഓഫ് പൊസിഷൻ, ഓഫ്. അപ്പോൾ സ്വിച്ച് ഓഫിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ, സ്വിച്ച് ഓഫ്. ഇതൊക്കെ സെയിം ആണ്, രണ്ടും സെയിം ആണ്. ഇങ്ങനെയാണെങ്കിൽ സ്വിച്ച് ഓപ്പൺ ആണ്, സ്വിച്ച് ഓഫ് ആണ്. ഇങ്ങനെയാണെങ്കിൽ കീ ഓപ്പൺ ആണ്. കീ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് നോക്കൂ. അടുത്ത കേസിൽ പ്ലഗ് ഓർ ക്ലോസ്ഡ് സ്വിച്ച്. ഇപ്പോൾ കീ ക്ലോസ്ഡ് ആണ്, ഇവിടെ കീ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൺ ആണ്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് നോക്കൊരു ഡോട്ട് വരച്ചിട്ടില്ലേ, അതിനർത്ഥം ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്, ഇതിലൂടെ ആര് പാസ് ചെയ്തു, അതിലൂടെ കറണ്ട് പാസ് ചെയ്തു പോവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇതിൻ്റെ ഫിഗർ. ഇത് കേട്ടോ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിമ്പിൾ, ഈ സിമ്പിളും യൂസ് ചെയ്യാം, ഈ സിമ്പിളും യൂസ് ചെയ്യാം. എഗെയിൻ ക്ലോസ്ഡ് സ്വിച്ച് അല്ലെങ്കിൽ ക്ലോസ്ഡ് കീ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളും യൂസ് ചെയ്യാൻ പറ്റും, എഗെയിൻ ഈ സിമ്പിളും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് സിമ്പിൾ കൂടെ ഒന്ന് വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. ദ ഓപ്പൺ കീ, കീ ഓപ്പൺ, തമ്മിൽ കണക്ഷൻ ഇല്ല, ശരിയല്ലേ? ക്ലോസ്ഡ് കീ, അവിടെ കണക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു സർക്യൂട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ കീ അല്ലെങ്കിൽ സ്വിച്ച് ഇല്ലേ, അത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ നോക്കി പറയൂ. അവിടെ ഒരു കീ ആണ് വരച്ചിരിക്കുന്നത്, അതിനകത്തൊരു ഡോട്ട് ഇട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഈ കീ ക്ലോസ്ഡ് ആണ്, കീ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്നാൽ ഓൺ ആണ്. ഇത് ഓൺ ആണെങ്കിൽ അതുകൊണ്ടാണ് ഈ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് മാർക്ക് ചെയ്തതിന് സർക്യൂട്ടിനകത്ത്, അപ്പോൾ സർക്യൂട്ടിനകത്ത് കറണ്ട് മാർക്ക് ചെയ്തു. സോ മേക്ക് ദി സർക്യൂട്ട്. അങ്ങനെ സർക്യൂട്ട് മേക്ക് ആയപ്പോൾ ഈ ബൾബ് ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് കീ ക്ലോസ് സ്വിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലോസ്ഡ് കീ മാർക്ക് ചെയ്തിട്ടുണ്ട്, കീ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സിമ്പിൾ ഏതാ? അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ബൾബിൻ്റെ സിമ്പിൾ, വയർ ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതാണ് വയർ ജോയിൻറ്റിൻ്റെ സിമ്പിൾ വരച്ചിരിക്കുന്നത്. ഇതിന് മീനിങ് എന്താ? ഈ രണ്ട് വയറുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ള മീനിങ് ആണോ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു വയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു, രണ്ടാമത്തെ വയർ നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ വരച്ചാൽ അതിനർത്ഥം എന്താ? ഈ വയറും ഈ വയറും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ വയറും ഈ വയറും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ള മീനിങ് ആണത്. അവിടെ കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതൊരു വയറ്, രണ്ടാമത്തെ വയർ ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? നേരെ ജമ്പ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതിനർത്ഥം ഈ വയറും ഈ വയറും തമ്മിൽ ഇവിടെ കണക്ഷൻ ഒന്നുമില്ല. ലോജിക്ക് മനസ്സിലായോ? ഇതൊരു വയറ്, ഇത് വേറെ വയറ്, ഇത് തമ്മിൽ കണക്ഷൻ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ വയറും ഈ വയറും തമ്മിൽ ഇവിടെ കണക്ഷൻ, ഈ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ അതിനർത്ഥം ഈ വയറും ഈ വയറും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലോ? ഈ വയറും ഈ വയറും തമ്മിൽ കണക്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, വയർ ജോയിൻറ്റ്, വയർ ജോയിൻറ്റ് ചെയ്തു. ഇവിടെ വയർ ക്രോസിങ് വിത്തൗട്ട് ജോയിൻറ്റ്, ഇവിടെ ക്രോസിങ് വയർ ക്രോസ് ചെയ്ത് പോകുന്നു ജോയിൻറ്റ് ഇല്ലാതെ. ഈ വയർ വേറെ വയറിന് മേലേക്ക് പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഈ വയർ ഇതുമായിട്ട് കണക്ഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. ആ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഇതാണ് ഈ സിമ്പിൾ യൂസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കണക്ഷൻ വരുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കണക്ഷൻ വരുന്നില്ല. അത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കൂ, ബൾബ്. ബൾബ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? നമ്മൾ എന്തിനാണ് ബൾബ് യൂസ് ചെയ്യുന്നത്? ടു ഗെറ്റ് ലൈറ്റ് അല്ലേ? ലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ബൾബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫിലമെൻറ്റ് ബൾബിൻ്റെ ഫിഗറാണ് ഞാൻ ആദ്യം വരച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ. ഇതൊരു ഫിലമെൻറ്റ് ബൾബിൻ്റെ ഫിഗറാണ്, ഒരു ഫിലമെൻറ്റ് ബൾബ്. ഓക്കെ, ഇനി ആ ബൾബിൻ്റെ സിമ്പിളാണ് രണ്ടാമത് വരച്ചിരിക്കുന്നത്. ഓക്കെ, ബൾബിനകത്ത് ഒരു ഫിലമെൻ്റ് ഉണ്ട് അല്ലേ? ഇതൊരു ഫിലമെൻറ്റ് ബൾബിനകത്തുണ്ട്. നമ്മൾ സാധാരണ ഈ ഫിലിം ഉണ്ടാക്കാൻ ചില സ്പെഷ്യൽ മെറ്റീരിയൽസൊക്കെയാണ് യൂസ് ചെയ്യുക. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ അതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഉദ്ദേശിക്കും, ബൾബിനകത്ത് ഫിലമെൻ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? അതിന് പുറത്തൊരു ഗ്ലാസിൻ്റെ കവറിങ് ഉണ്ട്, നമ്മളതിന് ബൾബ് എന്ന് പറയുന്നത്. എഗെയിൻ താഴെ കുറച്ച് മെറ്റാലിക് പാർട്സ് ഒക്കെ ഉണ്ട്, അതിലൂടെ കണക്ഷൻസ് ഒക്കെ വരും. കറണ്ട് ഫ്ലോ ചെയ്ത ബൾബ് നല്ല ബൾബാണെങ്കിൽ, ഫ്യൂസ് ആവാത്ത ബൾബാണെങ്കിൽ ബൾബ് വർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ബൾബ് ഒരു സർക്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കൂ. അത് കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ ബൾബാണെന്ന്. അതിനകത്തൊരു ഫിലമെൻ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഒരു ഫിലമെൻ്റ് അങ്ങ് വരയ്ക്കുക, ഫിലമെൻ്റ്. അതിന് ചുറ്റും ബൾബ് വരയ്ക്കുക, കവറിങ് വരയ്ക്കുക. ഇതാണ് ബൾബിൻ്റെ സിമ്പിൾ. ഓക്കെ അല്ലേ? ഫിലമെൻ്റ് ബൾബ്. ഈ ബൾബ് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും, അതിന് ചുറ്റും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അതിനകത്ത് നിന്ന് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും വരയ്ക്കാതിരുന്നാൽ മതി. ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, അപ്പോൾ ബൾബിൻ്റെ സിമ്പിളല്ലേ, അത് വരയ്ക്കാൻ എളുപ്പം അല്ലേ. ആദ്യം ഒരു ഫിലമെൻറ്റ് വരയ്ക്കുക, ഇങ്ങനെ ഫിലമെൻറ്റ് വരയ്ക്കുന്നു, എഗെയിൻ ആ ബൾബിൻ്റെ കവറിങ് വരയ്ക്കുന്നു. ഇതാണ് ബൾബിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ ആരെ റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു ബൾബിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ. അപ്പോൾ രണ്ട് റെപ്രസെൻറ്റേഷൻ്റെയും മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ബൾബിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, എഗെയിൻ ജോയിൻ്റ് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. വേരിയബിൾ ഫിക്സ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും, വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ റെസിസ്റ്റേഴ്സുകളൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിനകത്തോടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ആ സർക്യൂട്ട് കൊടുക്കുന്ന ഒപ്പോസിഷനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്തോടെ കറണ്ട് അതിലൂടെ പാസ് ചെയ്യുക, കറണ്ട് കണ്ടക്ടറിനകത്തോടെ പാസ് ചെയ്തു പോവാം. അപ്പോൾ ഒരു കണ്ടക്ടറിനകത്തോടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ആ കണ്ടക്ടർ കൊടുക്കുന്ന ഒപ്പോസിഷനെ നമ്മൾ ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ചില റെസിസ്റ്റൻസുകളുടെ വാല്യൂ ഫിക്സ്ഡ് ആണ്, എല്ലാ സമയത്തും ഒരേ വാല്യൂ ആണ്, വാല്യൂ നമുക്ക് മാറ്റാനേ പറ്റില്ല. എന്നാൽ ചില റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. നമ്മൾ ഒരു വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഡിഫറൻറ്റ് സിമ്പിൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. റിയോസ്റ്റാറ്റ്, ഇപ്പോൾ ഞാനൊരു ഫിഗർ കാണിക്കും. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. ആ റിയോസ്റ്റാറ്റും ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെയൊക്കെ സിമ്പിൾ എന്താണെന്ന് കാണാം. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം, ഒരു സർക്യൂട്ടിൽ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത് നോക്കൂ, ആദ്യം വരച്ചിരിക്കുന്നത് നോക്കൂ. ഈ ഫിഗർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെ കാണുന്നത്? ചില ഇലക്ട്രിക് ഡിവൈസൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ആളുണ്ടാവും. നമ്മൾ ഇയാളെ പറയുന്ന പേരെന്താ? റെസിസ്റ്റർ എന്ന് പറയും. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതൊരു കാർബൺ റെസിസ്റ്ററാണ്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. വളരെ ചീപ്പ് റേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. വളരെ ചെറിയ പൈസ കൊടുത്താൽ മതി അല്ലേ. 1 രൂപയും 50 പൈസ 1 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ഈ റെസിസ്റ്റർ വാങ്ങാൻ കിട്ടും. ഇത് സർക്യൂട്ടിന് നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. റെസിസ്റ്ററിൻ്റെ സിമ്പിൾ കാണിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാർബൺ, എല്ലാ റെസിസ്റ്ററും കാർബൺ റെസിസ്റ്റർ ആവണമെന്നൊന്നുമില്ല. ഞാൻ കാണിച്ചിരിക്കുന്നത് കാർബൺ റെസിസ്റ്ററിൻ്റെ ഒരു സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കൂ. ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? റെസിസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ ജസ്റ്റ് വരച്ച് കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതാണ് റെസിസ്റ്ററിൻ്റെ, നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം അല്ലേ, റെസിസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒരിക്കലും മറന്നു വരുത്, സിമ്പിൾ ഓക്കെ അല്ലേ. ഇത് റെസിസ്റ്റർ, അത് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. അപ്പോൾ സർക്യൂട്ട് സിമ്പിളാണ് കാണിക്കുന്നതൊക്കെ, സർക്യൂട്ട് സിമ്പിളാണ്. ഇതെൻ്റെ ആക്ച്വൽ ഒറിജിനൽ പിക്ചറാണ്. ഇനി ഞാൻ നേരത്തെ വേരിയബിൾ റെസിസ്റ്റർ പറഞ്ഞു. ഈ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആണ്. അതിനകത്ത് കുറേ കളേഴ്സൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ കളേഴ്സൊക്കെ നോക്കിയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ തീരുമാനിക്കുക. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്ററാണെന്ന് വിചാരിക്കാം. റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനത്തെ വേരിയബിൾ റെസിസ്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കൂ. ഇതാണ് ഒരു വേരിയബിൾ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. ഈ റെസിസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇവിടെ കറക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വാല്യൂ മാറ്റാൻ പറ്റും. ചില ഡിവൈസിനകത്തെല്ലാം ഇതിങ്ങനത്തെ റെസിസ്റ്റർ ഉണ്ടാവും. ഇത് വേരിയബിൾ റെസിസ്റ്ററാണ്. അതിൻ്റെ സിമ്പിൾ നോക്കൂ. ഒരു റെസിസ്റ്ററിൻ്റെ സിമ്പിൾ വരച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇറ്റ് ഈസ് വേരിയബിൾ റെസിസ്റ്റർ. സിമ്പിൾ ഓക്കെ അല്ലേ. അപ്പോൾ ഈ സാധനം ഇതൊന്നുകൂടെ നോക്കിക്കോളൂ. ഇതാണ് വേരിയബിൾ റെസിസ്റ്റർ. ദിസ് വൺ ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ കാർബൺ റെസിസ്റ്റർ കണ്ടു, വേരിയബിൾ റെസിസ്റ്റർ കണ്ടു. അപ്പോൾ ഒരു ഫിക്സ്, ഇത് ആക്ച്വലി ആദ്യത്തെ ആൾ ഫിക്സ്ഡ് റെസിസ്റ്റർ ആണ് കേട്ടോ. ഒരു ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആദ്യത്തെ ആൾ ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തെ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഇനി മൂന്നാമത്തത് റിയോസ്റ്റാറ്റ് ആണ്. ഇതാണ് റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ്. ഒന്ന് മാഗ്നിഫൈ ചെയ്ത് കാണിക്കാം. ഇതാണ് റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ്. ഈ റിയോസ്റ്റാറ്റും ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. റിയോസ്റ്റാറ്റും ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. നമ്മൾ സാധാരണ ലാബിലെല്ലാം റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യാറുണ്ട്. റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ, സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ നമ്മൾ ലാബിൽ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യാറുണ്ട്. റിയോസ്റ്റാറ്റിൻ്റെ ഇതൊക്കെ മനസ്സിലായല്ലോ. ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ട് അല്ലേ. അതിനകത്ത് നമുക്ക് ഇവിടെയൊക്കെ ടെർമിനൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും, ഇവിടുന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും, ഇവിടുന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ 3 കണക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് മേലൊരു സ്ലൈഡർ ഉണ്ട്. ഈ സ്ലൈഡറിനെ ഇതിന് മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കാൻ പറ്റും. അങ്ങനെ സ്ലൈഡർ നീക്കുന്ന സമയത്താണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരിക. ക്ലിയർ ആണോ? ഈ സ്ലൈഡർ, ഇതാണ് സ്ലൈഡറാണത്. ഈ സ്ലൈഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. ആ സ്ലൈഡർ നീക്കുന്ന സമയത്താണ് നീക്കിക്കൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് വരുത്തുക. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു റെസിസ്റ്ററിനെ ഒരു സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കൂ. ഇതവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ. ഓക്കെ അല്ലേ.
നോക്കൂ റെസിസ്റ്റൻസ്, ഇതാ റെസിസ്റ്റൻസ്. ആ സ്ലൈഡറാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന സ്ലൈഡർ ഉണ്ടോ? ആ രീതിയിലാണ് ഫിഗർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിന് താഴെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം അല്ലേ. ആദ്യത്തെ ആരുടെ സിമ്പിളാണ്? ഒരു ഫിക്സ്ഡ് റെസിസ്റ്ററിൻ്റെ സിമ്പിളാണ്. ഫിക്സ്ഡ് റെസിസ്റ്റൻസ്. ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിനാണ് ഫിക്സ്ഡ് ആണ്. രണ്ടാമത്തത് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. വേരിയബിൾ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വേരിയിക്കാൻ പറ്റും. മൂന്നാമത്തത് ഒരു റിയോസ്റ്റാറ്റ് ആണ്. മൂന്നാമത്തെ ആളെ പറയുന്ന വരുന്ന റിയോസ്റ്റാറ്റ്. ഞാൻ താഴെ എഴുതാം കേട്ടോ, അതിനകത്ത് എഴുതാൻ സ്പേസ് ഇല്ല, താഴെ എഴുതാം. റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റും ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. നമ്മൾ സാധാരണ ലാബിലാണ് യൂസ് ചെയ്യാറുള്ളത് റിയോസ്റ്റാറ്റ്. ഓക്കെ അല്ലേ. റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ RH എന്നാണ് എഴുതാറുള്ളത് കേട്ടോ. സർക്യൂട്ടിൽ RH എന്ന് എഴുതിയാൽ റിയോസ്റ്റാറ്റ് ആണ്. RH. റെസിസ്റ്ററിനെ ജസ്റ്റ് ക്യാപിറ്റൽ R എന്ന് എഴുതാറുള്ളത്. റിയോസ്റ്റാറ്റിനെ നമ്മൾ RH എന്ന് എഴുതാറുണ്ട്. അപ്പോൾ 3 ക്ലിയർ അല്ലേ. അപ്പോൾ ആ 3 റെസിസ്റ്റേഴ്സിൻ്റെ 3 റെപ്രസെൻറ്റേഷനാണ്. ആദ്യത്തത് ഫിക്സ്ഡ് റെസിസ്റ്റൻസ്, രണ്ടാമത്തെ വേരിയബിൾ റെസിസ്റ്റൻസ്, മൂന്നാമത്തത് റിയോസ്റ്റാറ്റാണ്. അതിൻ്റെ സിമ്പിളാണ് ഈ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ട് സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും വേണ്ട 3 ഡിവൈസുകളാണ്. A അമ്മീറ്റർ, V വോൾട്ട് മീറ്റർ, G ഗാൽവനോമീറ്റർ. അവരുടെ സർക്യൂട്ട് സിമ്പിൾസ് ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ആദ്യം കാണുന്നതാണ് അമ്മീറ്റർ. അമ്മീറ്ററിനെ നോക്കി എ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ. അമ്മീറ്ററാണ് കേട്ടോ. അതിനകത്ത് 0, 2, 4, 6, 8, 10. ഇല്ല, ഒരു സൈഡിൽ 0 മറ്റേ സൈഡിൽ 10. അപ്പോൾ ഈ അമ്മീറ്റർ ഉപയോഗിച്ച് മാക്സിമം 10 ആംബിയർ കറണ്ടിനെ മെഷർ ചെയ്യാൻ പറ്റും. അമ്മീറ്ററിന് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഇതവിടെ റെഡ് പ്ലസും ബ്ലാക്കും മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 ഭാഗത്ത് കണക്ഷൻ കൊടുക്കുക. ഇത് എൻ്റെ ഫിഗറാണ്, അതാണ് എൻ്റെ സിമ്പിൾ. അപ്പോൾ എന്തിനാണ് ഈ അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ ഈസ് യൂസ് ടു മെഷർ കറണ്ട്. നമ്മൾ കറണ്ടിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ പഠിക്കാനുണ്ട്. ആ സമയത്ത് അമ്മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് ഈ സിമ്പിൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകണം എന്താണെന്നത്. അപ്പോൾ അമ്മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ ഈസ് യൂസ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മീറ്ററിൻ്റെ സിമ്പിൾ കണ്ടോ, ജസ്റ്റ് A എന്നവിടെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തത് വോൾട്ട് മീറ്ററാണ്. നമുക്കിവിടെ V എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് 0, രണ്ടാം സൈഡ് 6 വരെ, 1, 2, 3, 4, 6 വരെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ വാല്യൂസൊക്കെ വരാം കേട്ടോ. നോക്കി, ഇതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലേ, 2 ടെർമിനൽസ് ഉണ്ട്. റെഡ് പോസിറ്റീവും ബ്ലാക്ക് മൈനസും. ഇവിടെ പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സിമ്പിൾ നോക്കൂ, സിമ്പിൾ V എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എന്തിനാണ് വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്? ടു മെഷർ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ ആൾ ഗാൽവനോമീറ്ററാണ്. ഈ മൂന്നാമത്തെ ആൾ നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറയും. അതിൻ്റെ ഫിഗർ നോക്കുക, ഗാൽവനോമീറ്റർ. അഗൈൻ DC മൂവിങ് കോയിൽ. ഓക്കെ, ഇതിനകത്ത് നോക്കൂ, ഇതിനകത്തും ഒരു പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. റെഡ് പോസിറ്റീവ് ബ്ലാക്ക് നെഗറ്റീവ്. അഗൈൻ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, ഗാൽവനോമീറ്റർ 0 സെൻറ്ററിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും 0 എൻഡിലായിരുന്നു. നോക്ക്, ഇതിനകത്ത് 0 എൻഡിലായിരിക്കുന്നത്. ഇതിനകത്തും 0 എൻഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് 0 സെൻറ്ററിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇതിനകത്ത് 0 സെൻറ്ററിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ 0 മാർക്ക് ചെയ്തു. ഇവിടെ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് 10, ദെൻ 20, 30 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടും 10, 20, അഗൈൻ 30 മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 സെൻറ്ററിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി, കറണ്ടിൻ്റെ പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ 0 അല്ലേ, ഒരു നീഡിലുണ്ട്. ഈ നീഡിൽ അങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യും, ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നീഡിൽ റൈറ്റ് സൈഡിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് മീനിങ് എന്താ? കറണ്ട് ഡയറക്ഷൻ മാറുമ്പോഴാണത്. ശരിയല്ലേ. നോക്കൂ, നീഡിൽ നേരെ റൈറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. കറണ്ട് നേരെ ഡയറക്ഷൻ റിവേഴ്സ് ആയാലോ, നീഡിൽ നേരെ ലെഫ്റ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് സെൻട്രൽ 0. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് 3 ഡിവൈസുകൾ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ആൻഡ് ഗാൽവനോമീറ്റർ. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ആൻഡ് ഗാൽവനോമീറ്റർ. ഓക്കെ അല്ലേ.
അപ്പോൾ ഈ 3 ഡിവൈസുകളും കൃത്യമായിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സിമ്പിളാണ്, ജി എന്നാണ് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ ഡിവൈസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു, നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതാം. അമ്മീറ്റർ എന്തിനാ? യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. രണ്ടാമത്തെ വോൾട്ട് മീറ്റർ. എന്തിനു വേണ്ടിയാ? യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. അതൊക്കെ എന്താണെന്ന് പഠിക്കാം കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ഇനി മൂന്നാമത്തെ ഗാൽവനോമീറ്റർ. ഇതിനു വേണ്ടിയാ? യൂസ്ഡ് ടു ഡിറ്റക്ട് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനി ഇത്രയാണ് സർക്യൂട്ട് സിമ്പിൾസ്. ഈ സർക്യൂട്ട് സിമ്പിൾസ് വെച്ചാണ് സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇത്ര നേരം പഠിച്ച സർക്യൂട്ട് സിമ്പിൾസ് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാൻ പോട്ടെ. ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു സെല്ല്. രണ്ടാമത്തെ ഒരു ബാറ്ററി. 3 സെല്ലുകൾ വരുന്ന ബാറ്ററി വരയ്ക്കാൻ പോകുന്നത് ബാറ്ററി. ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? മൂന്നാമത്തെ ഒരു സ്വിച്ച്. ഓപ്പൺ സ്വിച്ചും ക്ലോസ്ഡ് സ്വിച്ചും ഉണ്ട്. ഇത് ഒരു ഓപ്പൺ സ്വിച്ചും ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് വരുന്നു അല്ലേ? അപ്പോൾ ഓരോന്ന് എന്തൊക്കെയായിരുന്നു? ആദ്യത്തത് സെല്ല്, രണ്ടാമത്തത് ബാറ്ററി കൺസിസ്റ്റിംഗ് ഓഫ് 3 സെൽ, മൂന്നാമത്തത് ഓപ്പൺ സ്വിച്ച്, നാലാമത്തത് ക്ലോസ്ഡ് സ്വിച്ച്. ഇതിൻ്റെ കൂടെ വരച്ച് നോക്കുക കേട്ടോ. അതൊക്കെ മറന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാമല്ലോ. ക്ലോസ്ഡ് സ്വിച്ച്. ഇനി അടുത്തത് സ്വിച്ചിന് വരെ നമുക്ക് കീ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഓപ്പൺ കീയും ക്ലോസ്ഡ് കീയും ഇല്ലേ? അപ്പോൾ ഇതാ ഓപ്പൺ കീ, ഇതാണ് ക്ലോസ്ഡ് കീ. അപ്പോൾ ആദ്യത്തത് ഓപ്പൺ കീ, രണ്ടാമത്തത് ക്ലോസ്ഡ് കീ, ഈ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓൺ ആണോ ഓഫ് ആണോ? ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ് കേട്ടോ, ഓഫാണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാലോ? ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൺ ആണ്, ഓൺ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി അടുത്ത ബൾബ് അല്ലെ, ഇലക്ട്രിക് ബൾബിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ബൾബ് വരച്ച് നോക്കാം. ബൾബിനകത്ത് ആദ്യം ബൾബിൻ്റെ ഫിലമെൻറ്റ് വരയ്ക്കണ്ടേ? അപ്പോൾ എങ്ങനെയാണ് ബൾബ് വരിക? ഇതാണ് ബൾബിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഈ ബൾബ് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിന് ചുറ്റും എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, ബൾബ് ഗ്ലോ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ അല്ലേ? ബൾബ്, ഇത് ബൾബിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ബൾബ്. ഇനി അടുത്ത ഏതായിരുന്നു? ഫിക്സ്ഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് റെസിസ്റ്റർ. ഫിക്സ്ഡ് റെസിസ്റ്റർ, ഇതാണ് ഫിക്സ്ഡ് റെസിസ്റ്റർ. ഇനി അടുത്ത് വേണ്ടത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. പേരാദ്യമേ എഴുതാം, വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാം. ഇതാണ് വേരിയബിൾ റെസിസ്റ്റൻസ്. ഇനി മൂന്നാമത്തെ റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ റിയോസ്റ്റാറ്റ്. ഓക്കെ, ഇനി നാലാമത്തത് അമ്മീറ്റർ ആണ്. അമ്മീറ്റർ റെപ്രസെൻറ്റേഷൻ, അമ്മീറ്റർ.
ഇനി അടുത്തത് വോൾട്ട് മീറ്റർ റെപ്രസെൻറ്റേഷനാണ്. വി എന്ന് മാർക്ക് ചെയ്യാം. ദിസ് വൺ ഈസ് വോൾട്ട് മീറ്റർ. again ലാസ്റ്റ് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഗാൽവനോമീറ്റർ അല്ലേ. അപ്പോൾ അടുത്ത ഗാൽവനോമീറ്റർ റെപ്രസെൻറ്റേഷനാണ്. ജി. ഇതാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ച സർക്യൂട്ട് സിമ്പിൾസ്. ഓക്കെ, ഇപ്പോൾ എല്ലാ സിമ്പിൾസോടും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, സർക്യൂട്ട് സിമ്പിൾസ്. ഓക്കെ, ഇതാ നമ്മൾ ഇത്രയും പഠിച്ച എല്ലാ സർക്യൂട്ട് സിമ്പിൾസും ബോർഡിനകത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്താ? ഈ സർക്യൂട്ട് സിമ്പിൾസ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് വരയ്ക്കണം. അപ്പോൾ ആദ്യം ബോർഡിനകത്ത് ഒരു സർക്യൂട്ടിൻ്റെ ഫിഗർ ഉണ്ടാവും. നമ്മളതിന് എന്ത് ചെയ്യാൻ പോകണം? ഒരു സർക്യൂട്ട് സിമ്പിൾ വെച്ചങ്ങ് റീപ്ലേസ് ചെയ്യാൻ പോകണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഡയഗ്രം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിൽ നിന്ന് വരച്ച് നോക്കാം. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നോക്കൂ, ഒരു സർക്യൂട്ട് ബോർഡ് തന്നിട്ടുണ്ട്. സർക്യൂട്ടിനകത്ത് ആരൊക്കെയുള്ളത്? ഒരു സെല്ല്, ഒരു സ്വിച്ച്, ഒരു ബൾബ്, എഗൈൻ കണക്ഷൻ വയേഴ്സ് ഉണ്ട് അല്ലേ. ആ ബൾബ് ലൈറ്റ് ബൾബാണ്, അത് യെല്ലോ കളർ ലൈറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. എപ്പോഴും ബൾബ് ഗ്ലോ ചെയ്യാം? സർക്യൂട്ട് ക്ലോസർ ആകുമ്പോഴല്ലേ. അപ്പോൾ സർക്യൂട്ട് ക്ലോസർ ആക്കി വെച്ചിരിക്കുകയാണ്, ബൾബ് ഗ്ലോ ചെയ്യാൻ. ഇനി ഞാൻ ആ സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. ഏറ്റവും സിമ്പിളസ്റ്റ് ഡയഗ്രാമാണത്. നല്ല സിമ്പിൾ നോക്കിക്കോളൂ. ഒരു എണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാനിപ്പോൾ ഇതേ ലൊക്കേഷൻ തന്നെ വരയ്ക്കുന്നുണ്ടോ, ഇതേ ലൊക്കേഷൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഇതേ ലൊക്കേഷനിൽ വരയ്ക്കാൻ പോകണം. അപ്പോൾ ആദ്യം സെല്ലിൻ്റെ പോസിറ്റീവ് മേലെ നെഗറ്റീവ് താഴെയല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെല്ല് വരയ്ക്കുന്നു. സെല്ലിൻ്റെ പോസിറ്റീവ് മേലെയും നെഗറ്റീവ് താഴെയാണ്. ഓക്കെ, ഇനി ആ സെല്ലിൽ നിങ്ങളുടെ കണക്ഷൻ പോകുന്നത് ഒരു സ്വിച്ചിലേക്ക് പോകുന്നു. എഗൈൻ സ്വിച്ച് ഓപ്പൺ ആണോ ക്ലോസർ ആണോ? ബൾബ് ക്ലോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സ്വിച്ച് ക്ലോസർ ആയിരിക്കും. അപ്പോൾ നേരെ സ്വിച്ചിലേക്ക് പോകുന്നു. സ്വിച്ച് ക്ലോസറാണ്. ഇനി സ്വിച്ചിൽ നിന്ന് കണക്ഷൻ പോകുന്ന ബൾബിലേക്കല്ലേ. ബൾബ്, അഗൈൻ കണക്ഷൻ വയേഴ്സ്. സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോന്നും എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ആൾ സെല്ലായിരുന്നു, രണ്ടാമത്തെ ആൾ സ്വിച്ചായിരുന്നു, സ്വിച്ച് ക്ലോസറാണ്. മൂന്നാമത്തെ ആൾ ബൾബാണ്, ബൾബ്. അഗൈൻ കണക്ഷൻ വയേഴ്സ് ഉണ്ട്. സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രായി. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ജസ്റ്റ് സിമ്പിൾ ഉപയോഗിച്ച് വരച്ചു. ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ അവരുടെ കൺവീനിയൻസിന് വേണ്ടി ഇലക്ട്രിക്കൽ കമ്പൗണ്ട്സിനെല്ലാം ചില സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ആ സിമ്പിൾസിനെ നമ്മൾ എന്ത് പറയുന്നത്? സർക്യൂട്ട് സിമ്പിൾസ് എന്നും, അങ്ങനെ വയ്ക്കുന്ന ഡയഗ്രത്തിന് പറയുന്ന പേരെന്തായിരുന്നു? സർക്യൂട്ട് ഡയഗ്രം എന്നും പറഞ്ഞു. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ഫിഗർ നോക്കാം. ഇവിടെ സർക്യൂട്ട് ഡയഗ്രം ഉണ്ടോ നോക്കാം. ഇതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ വരച്ചിരിക്കുന്നത്. സർക്യൂട്ട് ക്ലോസറാണ്. ക്ലോസർ ആയതുകൊണ്ട് അതിലൂടെ ആര് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ക്ലോസറാണ്. അപ്പോൾ നോക്കൂ, ഒരു സെല്ലിൻ്റെ പ്ലസും മൈനസും ശരിയല്ലേ. സെല്ലിൻ്റെ പോസിറ്റീവ് മൈനസും മേലെ. എഗൈൻ സ്വിച്ച് ക്ലോസറാണ്. എഗൈൻ താഴെ ബൾബ് വരച്ചിട്ടുണ്ട്. ഒരു ബൾബിന് ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഒരു ബൾബിൻ്റെ സിമ്പിൾ അല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ ബൾബിൻ്റെ സിമ്പിളാണെങ്കിൽ ഇതെങ്ങനെ വരിക? ഇതങ്ങ് മാറ്റാം. ബൾബിൻ്റെ സിമ്പിളാണ് വരയ്ക്കുന്നതെങ്കിൽ ഫിലമെൻ്റ് വരയ്ക്കുന്നു, ബൾബ് ചോദിക്കുന്നു. സർക്യൂട്ട് ഡയഗ്രം ക്ലിയർ അല്ലേ? നമുക്ക് പൊസിഷനൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക കേട്ടോ. ഈ സ്വിച്ചും ബൾബൊക്കെ അങ്ങോട്ട് മാറ്റി വരച്ചാലും ഇങ്ങോട്ട് മാറ്റി വരച്ചാലും സർക്യൂട്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ഒരു സർക്യൂട്ട്, ഇത് സർക്യൂട്ട് ഡയഗ്രാം. സിമ്പിൾസ് ഉപയോഗിച്ച് ആ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ ഇപ്പോൾ ഇങ്ങനെ മെത്തേഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റിനകത്തെല്ലാം ഒരു ടേബിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് തനിയെ ഒന്ന് വരച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം ചോദിച്ചാൽ ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ചാൽ മതി. ഒരു സിമ്പിളസ്റ്റ് സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ബൾബും ഒരു സ്വിച്ചും ഒരു സെല്ലും കണക്ഷൻ വയേഴ്സും മാത്രം മതി. അത്രയും ഉപയോഗിച്ച് നമുക്കൊരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കും, ഒരു രണ്ട് സർക്യൂട്ടിൻ്റെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എന്താ ഇലക്ട്രിക്കൽ സർക്യൂട്ട്? ദി പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്രം one terminal of a cell and return to the other is called electric circuit, or the continuous and closed path through which electric current flows is called an electric circuit. ഇതാണ് നമ്മൾ ഡെഫിനിഷൻസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടും പാസ് ചെയ്യാത്ത സർക്യൂട്ടും ഉണ്ടായിക്കൂടെ. ഒരു സർക്യൂട്ട് കണ്ടിന്യൂസ് ആൻഡ് ക്ലോസർ ആണെങ്കിലാണ് അതുകൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക. ആ സർക്യൂട്ട് ക്ലോസർ അല്ലെങ്കിലോ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത സർക്യൂട്ടിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ എന്താ ക്ലോസ്ഡ് സർക്യൂട്ട്? എ സർക്യൂട്ട് ത്രൂ വിച്ച് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഈസ് കാൾഡ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ആദ്യം ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലോസ്ഡും ഓപ്പണും ഉണ്ട്. ക്ലോസ്ഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. എന്താ ക്ലോസ്ഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്? എ സർക്യൂട്ട് ത്രൂ വിച്ച് electric current, electricity, electric current flows continuously. Is called a closed electrical circuit. A circuit through which electric current flows continuously is called a closed electrical circuit. For a circuit to be closed, it must be made up of conducting materials. അപ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സർക്യൂട്ടിനെ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മേക്ക് ചെയ്യണം. ഇൻസുലേറ്റേഴ്സ് ഇൻ ദ പാത്ത് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് മേക്ക് ദ സർക്യൂട്ട് ഓപ്പൺ. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പാത്തിൽ ഇൻസുലേറ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് എന്തായിട്ട് മാറും? ഓപ്പൺ ആയിട്ട് മാറും. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. ഫിഗർ നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അതിൻ്റെ ഡയഗ്രാം നോക്കൂ. ആദ്യം ഒരു സെല്ല്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. എങ്ങനെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. ദ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണ്ടേ? സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കണം? സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണ്ടേ? അപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, എഗെയിൻ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതൊരു സ്വിച്ച് അല്ലെങ്കിൽ കീ ആണ് വരച്ചിരിക്കുന്നത്. കീ ക്ലോസ്ഡ് ആണ്. അപ്പോൾ കണക്ഷൻ ഉണ്ട്. പോസിറ്റീവ് നിന്ന് ഇങ്ങനെ കറണ്ട് പോകുന്നു, ബൾബിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നു, എഗെയിൻ സ്വിച്ചിലൂടെ വരുന്നു, സ്വിച്ചിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കൂ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ശരിയാണോ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിരിക്കുന്നത്? ഇതവിടെ സർക്യൂട്ട് ഡയഗ്രാമത്തിനകത്ത് ഒരു സെല്ല് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. ഓക്കെ, അതിലൂടെ സർക്യൂട്ട് സ്വിച്ച് ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, സോ ബൾബ് ക്ലോ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇനി ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. എന്താ ഓപ്പൺ സർക്യൂട്ട്? എ സർക്യൂട്ട് ത്രൂ വിച്ച് കറണ്ട് ഡസ് നോട്ട് ഫ്ലോ ഈസ് കാൾഡ് ആൻ ഓപ്പൺ സർക്യൂട്ട്. A circuit through which current does not flow is called open circuit. അപ്പോൾ ഒരു സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ആ സർക്യൂട്ടിന് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ സർക്യൂട്ടായിട്ട് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സർക്യൂട്ടിനകത്ത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പണായി പോകും, പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇനിയോ ആ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പണായി പോകും, സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. എഗെയിൻ പ്ലഗ് അവിടെ നിന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പണായി പോകും, സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കണക്ഷൻ വയേഴ്സ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പണായി പോകും, സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴൊക്കെ സർക്യൂട്ട് ഓപ്പൺ ആവുക? ഇവിടെ നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലേ? ഈ സർക്യൂട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഇതാ ഈ സ്വിച്ച് ഓപ്പൺ ആക്കി വെക്കാൻ പോകണം. ഈ സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു, സർക്യൂട്ട് ഓപ്പണായി, പിന്നെ എന്ത് സംഭവിക്കില്ല? പിന്നോട് ബൾബ് ഗ്ലോ ചെയ്യില്ല, ഇവിടെ പിന്നെ ഗ്ലോ ഒന്നുമില്ല. ഓക്കെ, ഒരു മെത്തേഡായില്ലേ? ഓക്കെ, ഇനി അടുത്ത എന്താ? അടുത്തത് ഇതൊക്കെ ഓപ്പണാണ്, പക്ഷേ സർക്യൂട്ട് ബ്രേക്കായി പോയി. ഇതവിടെ കണക്ഷൻ വയർ ബ്രേക്കായി പോയി. അങ്ങനെ കണക്ഷൻ വയർ ബ്രേക്കായി കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് പാത്തില്ല. അപ്പോൾ അതിലൂടെയും ആരും ഫ്ലോ ചെയ്യില്ല, അതിലൂടെ ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റാതാവും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പ്ലഗ് ഉണ്ടെങ്കിൽ സപ്പോസ് ആ പ്ലഗ് ഊരി വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പണായി പോയി. ഇനി അതും അല്ലെങ്കിൽ ഈ സർക്യൂട്ടിനകത്ത്, ഇതൊരു സർക്യൂട്ടല്ലേ, ഞാനിതിനകത്ത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടുവയ്ക്കാൻ പോകണം. സപ്പോസ് ഇതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഇൻസുലേറ്റർ കൂടെ കറണ്ട് പാസ് ചെയ്യില്ലല്ലോ, സർക്യൂട്ട് ഓപ്പണായി പോയി. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല, സർക്യൂട്ട് ഓപ്പണായി പോയി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സർക്യൂട്ട് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഒരു ഫിഗർ, കറണ്ട് ഫ്ലോ ചെയ്യാത്തൊരു സർക്യൂട്ട് വരച്ചിരിക്കാം. ഇവിടെ നോക്കൂ, സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അപ്പോൾ കണ്ടിന്യൂസ് പാത്തില്ലേ, ഇവിടെ നിന്ന് വരുന്ന കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പാത്തില്ല, സർക്യൂട്ട് ഓപ്പണായി പോയി, ഓഫായി. ഇനി അതിൻ്റെ ഫിഗർ നോക്കൂ, ഇതവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, ശരിയല്ലേ?
അത് കാരണം ഇവിടെ നോക്കൂ, ഇതാ സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ചു. ഇതാ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷനില്ല, കറണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങോട്ട് പോകാൻ കണക്ഷനില്ല, സ്വിച്ച് ഓപ്പൺ ആയിപ്പോയി, സ്വിച്ച് ഓഫ് ആയിപ്പോയി, എഗെയിൻ ബൾബ് ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് റീസൺ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നും, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ആ സർക്യൂട്ടിനെ ഓപ്പൺ സർക്യൂട്ട് എന്നും പറയും. നമുക്ക് അതിന് വീഡിയോ ഉണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം ആക്ച്വലി ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക, ശരിയല്ലേ? അപ്പോൾ ഒരു സെല്ല് സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നിന്നാണ് കറണ്ട് പുറത്തേക്ക് വരിക. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് പുറത്തേക്ക് വരിക. നോക്കിക്കോളൂ, സർക്യൂട്ട് നോക്കിക്കോളൂ. അപ്പോൾ ഇതിനകത്ത് കണക്ഷൻസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ നോക്കൂ, കണക്ഷൻസിന് വേണ്ടി ഒരു ബൾബുണ്ട്, ഒരു സെൽ അല്ലെങ്കിൽ സെല്ലുണ്ട്, അഗൈൻ കണക്ഷൻ വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും എന്താ നോക്കാം. പോട്ടെ നോക്കിക്കോളൂ. അത് വയറെടുത്ത് നേരെ സെല്ല് കണക്ട് ചെയ്തു. ഇതാ ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ഇങ്ങനെ വയറിലൂടെ ഫ്ലോ ചെയ്യുന്നു, നെഗറ്റീവ് ചാർജ്. സോ ബൾബ് ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ സർക്യൂട്ടായി. ആ കണക്ഷൻ മാറ്റി, ദ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായി. ഓക്കെ അല്ലേ? അപ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ടുമായി മാറിയിട്ടുണ്ട്, സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടുമായിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് മനസ്സിലായ എന്താണ്? അപ്പോൾ ആദ്യം ഒന്നുകൂടെ കാണിക്കാൻ വീഡിയോ നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം സർക്യൂട്ട് ഇപ്പോൾ ഓപ്പണായി കിടക്കുകയല്ലേ. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടോ? കറണ്ട് ഫ്ലോ ചെയ്യുക എങ്ങനെയാണ്? ഇങ്ങനെ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് പുറത്തേക്ക് അല്ലേ. കറണ്ട് ഫ്ലോൻ്റെ ഓപ്പോസിറ്റിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇലക്ട്രോണിൻ്റെ സർക്യൂട്ട് കൂടെ ഫ്ലോ ചെയ്യാം. നോക്കൂ, ആ വയർ നേരെ കണക്ട് ചെയ്തു. സോ അത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. സോ ബൾബ് ക്ലോസ് ചെയ്യുന്നു. അത് തുറന്നു വെച്ചു, കണക്ഷൻ മാറ്റി. സോ സർക്യൂട്ട് ഓപ്പൺ ആയി. അല്ലെ കണക്ഷൻ വയർ ബ്രേക്ക് ആയിപ്പോയി, സർക്യൂട്ട് ഓപ്പൺ ആയി മാറി. ഓക്കെ അല്ലേ? ഇത്രയാണ് ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സോട് അവസാനിപ്പിക്കുക കേട്ടോ. അത് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഇലക്ട്രിസിറ്റി എന്താണെന്ന് പഠിച്ചു. എഗെയിൻ അതുപോലെ തന്നെ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. ഒരു സർക്യൂട്ട് ഡ്രോ ചെയ്യാൻ വേണ്ട സിമ്പിൾസ് എന്താണെന്ന് പറഞ്ഞു. സർക്യൂട്ട് ഡ്രോ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് പഠിച്ചു. എഗെയിൻ ഓപ്പൺ സർക്യൂട്ടിനും ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ബാക്കി കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.